ഈ ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 1, 4 if x equal to 1, b minus ax if x greater than 1, and limit x tending to 1 f of x equal to f of 1. What are the possible values of a and b? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എങ്ങനെ ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. എഫ് ഓഫ് 1ൻ്റെ അർത്ഥം എന്താണ്? എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ത് വാല്യൂ കിട്ടും? അതാണ് ഈ എഫ് ഓഫ് 1ൻ്റെ മീനിങ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുത്താൽ ഫംഗ്ഷന് എന്ത് വാല്യൂ കിട്ടും? എക്സിന് 1 കൊടുത്താൽ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ 4 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് 1 4 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1, അതായത് 4. ഇതാണ് നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂസ് കാണണം. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എങ്ങനെ കാണണം? ഇവിടെ ശ്രദ്ധിക്കണം, എക്സ് ഇവിടെ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എക്സിൻ്റെ വാല്യൂ 1നേക്കാളും കുറവാണെങ്കിൽ ഫംഗ്ഷൻ എ പ്ലസ് ബി എക്സ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെങ്കിൽ ഫംഗ്ഷൻ ബി മൈനസ് എ എക്സ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 1ൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. 1ൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അതേ 1ലുള്ള ലിമിറ്റാണ് എനിക്കിവിടെ വേണ്ടത്. അപ്പോൾ എവിടെയാണോ എക്സ് സ്പ്ലിറ്റ് ആവുന്നത് അവിടെ ആ പോയിന്റിലുള്ള ലിമിറ്റാണെങ്കിൽ നിർബന്ധമായിട്ടും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണം. അത് രണ്ടും ഈക്വൽ ആണെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന അതേ സ്ഥലത്തുള്ള ലിമിറ്റ് ആയതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. 1 മൈനസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏത് എഴുതണ്ടേ ഇതിൽ? 1 മൈനസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണല്ലേ. ഫസ്റ്റ് കണ്ടീഷനല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 1 മൈനസ് കൊടുത്താൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആവുന്നുണ്ടല്ലോ. ഫസ്റ്റ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എ പ്ലസ് ബി എക്സ് ആയിരിക്കും. ഇനി ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് നേരെ 1 കൊടുത്താൽ മതി. എ പ്ലസ് ബി ഇൻറ്റു 1. എ പ്ലസ് ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. ഇനി അടുത്തത് റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 വന്നാൽ എഫ് ഓഫ് എക്സ് എന്താവും? ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ്. 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സ്ലൈറ്റ്ലി എബോവ് 1. എക്സിൻ്റെ വാല്യൂ 1നേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനല്ലേ ശരിയാവുന്നത്? എക്സിൻ്റെ വാല്യൂ 1നേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ്. തേർഡ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ബി മൈനസ് എ എക്സ്. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് നേരെ 1 കൊടുത്താൽ മതി. ബി മൈനസ് എ ഇൻറ്റു 1. ബി മൈനസ് എ ഇൻറ്റു 1 അതായത് ബി മൈനസ് എ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഈ ലിമിറ്റിൻ്റെ വാല്യൂ 4 ആണെന്ന് നമുക്കറിയാം. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി വാല്യൂ ഓഫ് ദ ലിമിറ്റ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം.
അത് ലിമിറ്റിൻ്റെ വാല്യൂ ആണ്, അതായത് 4 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് ഓർ റൈറ്റ് ലിമിറ്റ് രണ്ടും സെയിം ആയിട്ട് വരണേ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 4 ആണ്, അതായത് എ പ്ലസ് ബി 4 ആണ്, ബി മൈനസ് എയും 4 ആണ്. എയും ബിയും ആണ് കാണേണ്ടത്. ഇത് രണ്ട് ഇക്വേഷൻസ് ആക്കി എഴുതിയാലോ. ആദ്യത്തെ ഇക്വേഷൻ എ പ്ലസ് ബി ആണല്ലേ, അതിനെ ബി പ്ലസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. എ പ്ലസ് ബിനെ നമുക്ക് ബി പ്ലസ് എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. ബി പ്ലസ് എ 4 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 1. പിന്നെ കൂടാതെ ബി മൈനസ് എയും 4 ആണെന്ന് പറയുന്നുണ്ട്. ബി മൈനസ് എ ഈക്വൽ ടു 4. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എയും ബിയും കാണണം. അതിനുവേണ്ടി ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ മതി. എലിമിനേഷൻ. ഇവിടെ പ്ലസ് എയും മൈനസ് എയും വെട്ടിപ്പോവും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടിപ്പോവും. ബിയും ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2b വരും. റൈറ്റ് സൈഡിൽ 4 + 4 8. 2b = 8 വരുമ്പോൾ b = 4. b = 4 ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനിൽ b = 4 കൊടുത്താൽ 4 + a = 4 എന്ന് വരും, ഓർ a = 0. എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടു.